ഇത് യു കെയിലെ ഡെലിവറി ആക്ച്വലി ഇന്നായിരുന്നു. iPhone 17 Pro Max അൺബോക്സിങ്. എല്ലാവർക്കും നമസ്കാരം. മജോസ് ട്രാവൽ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ 4 വർഷമായി ഒരു ഫോൺ മേടിക്കണമെന്ന് വിചാരിച്ച് iPhone 13 Pro Max ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 17 Pro Max എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രീ ഓർഡർ ചെയ്ത്, അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ആപ്പിള് അതിൻ്റെ 2025 സെപ്റ്റംബറിലെ 17 ആപ്പിൾ iPhone 17 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രീ ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ. അപ്പം ഇന്ന് ആദ്യം 12 മണിക്ക് ശേഷമായിരുന്നു, അത് കഴിഞ്ഞ് അത് 1 o'clock ആക്കി. ഇപ്പം ഒരു അതിൽ പറഞ്ഞിരിക്കുന്ന ബ്രൗസർ കീപ്പ് ചെയ്യുക, പ്രീ ഓർഡറിലായി ഓപ്പൺ ആകും എന്ന് വിചാരിക്കുന്നു. നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന്. ഞാനിപ്പം അത് കളക്ട് ചെയ്യാനായിട്ട് DPDയുടെ ഒരു കളക്ഷൻ സെൻറ്റർ ഉണ്ട്, അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം DPDയുടെ ഈ കളക്ഷൻ സെൻറ്ററിലേക്ക് പോകാൻ ഒരു 2 കാരണമുണ്ട്. ഒന്ന്, പ്രീ ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് ഹോം ഡെലിവറിക്ക് ഇനിയും നമ്മൾ ഒരു 10 ദിവസം കൂടെ വെയിറ്റ് ചെയ്യണം. അതേസമയം അവരുടെ കളക്ഷൻ പോയിന്റിൽ പോയി കളക്ട് ചെയ്യുകയാണ് നമുക്ക് നേരത്തെ കിട്ടുമായിരുന്നു. അതൊന്ന്. 2, നമുക്ക് നമ്മൾ മറ്റേത് നമ്മൾ വീട്ടിലേക്കുള്ള ഡെലിവറി ആകുമ്പോൾ നമ്മളെ വീട്ടിൽ കാണണം, പിന്നെ ഹൈ വാല്യൂ ഐറ്റംസ് ആകുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകണമെന്നില്ല എപ്പോഴും. അപ്പം അതനുസരിച്ച് നമുക്ക് ലീവൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പരിചയമുള്ള നമ്മുടെ തന്നെ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്ന, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഒരു സർവീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ DPDയുടെ ഒരു സെൻറ്റർ കൂടിയാണ്, DPDയുടെ ഡെലിവറി കളക്ഷനൊക്കെ ഉള്ള സെൻറ്ററാണ്. അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ് ഇത് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ID ഒക്കെ കാണിച്ച് നമുക്കതൊന്ന് കളക്ട് ചെയ്യാം. അങ്ങനെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് DPDയുടെ. ഉച്ചയ്ക്കാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്യണം. ഒരു സെക്കൻഡ്. ഒരു ലോട്ടറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ iPhone 17 Pro Max കളക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇതിനൊരു ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട്, കവറൊക്കെ ചെറിയ ഇപ്പം. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇടയ്ക്ക് ആരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നു iPhone ഇന്നാൾ ആർക്കാണ്ട് വന്നത് കറക്റ്റല്ല, വേറെ ഏതാണ്ടൊക്കെ പഴയ ഫോണൊക്കെ കിട്ടിയെന്നുള്ളത്. എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, ഇത് കറക്റ്റ് പാക്കേജാണ്, ഒന്നും ടാമ്പർ ചെയ്തിട്ടില്ല.
എനിവേ നമുക്കിത് വീട്ടിൽ പോയിട്ട് iPhone 17 Pro Max അൺബോക്സിങ്. ഇത് iPhone 17 Pro Max തന്നെ ആണോ കയറ്റി വിട്ടേക്കെന്ന് നോക്കണ്ട. അതുകൊണ്ട് നമ്മൾ ഈ കളക്ഷൻ പോയിൻ്റിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അതായത് ഓപ്പൺ ചെയ്ത് നോക്കാം. ബാക്കി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അൺബോക്സിങ് വീട്ടിൽ ചെന്നിട്ട് യെസ് അതെ ഓക്കെ. അങ്ങനെ ഏതായാലും iPhone 17 Pro Max നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇനി അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മുടെ ഫോണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇത് UK ഡെലിവറി ആക്ച്വലി ഇന്നായിരുന്നു. നമ്മൾ എടുത്തിരിക്കുന്ന ഫോൺ ശരിക്കും 1 TB തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന ഫോണും 1 TB ആണ്. അപ്പം അതുപോലെ തന്നെ ആപ്പിള് അതിൻ്റെ കൂടെ തന്നെ ഒരു ചാർജിങ് കേബിൾ മാത്രം തന്നിട്ടുണ്ട്. ഇതൂടെ ഉള്ളു ഇനി അവശേഷിക്കുന്നത്. ഇതിനി അവരെന്താണോ എടുത്ത് കളയുന്നത് അറിയത്തില്ല. ബാക്കി അഡാപ്റ്ററുകളൊക്കെ വേണം നമ്മൾ വീണ്ടും നമുക്ക് അഡീഷണൽ പൈസ കൊടുത്ത് മേടിക്കണം. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് കയ്യിലെടുത്തപ്പോൾ ഒരു സ്വല്പം വെയിറ്റ് 1 TB ഒരു സ്വല്പം വെയിറ്റ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 16 ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് ടൈറ്റാനിയം ബോഡിയാണ്. ഇത് പക്ഷേ ഫുള്ളി അലുമിനിയം ബോഡിയാണ്. പിന്നെ ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ക്യാമറയുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാനിതിന് ശേഷം 13 Pro Max ആയിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 4 വർഷമായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിലും അതിന് ശേഷം വന്ന എല്ലാ മോഡലുകളും 16 Pro Max വരെ വീട്ടിലും സുഹൃത്തുക്കളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഫോണുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഞാൻ 13 Pro Max അവർ പോലും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 13 Pro Maxൽ എടുക്കുന്ന പിക്ചേഴ്സ് അത്രയും ക്വാളിറ്റി അവരുടെ ഫോണിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഏതായാലും ഞാൻ ഇതിൻ്റെ ഫോൺ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചാർജ് ഓൾറെഡി ഉണ്ട് എന്ന് തോന്നുന്നു. Type-C കേബിൾസ് തന്നെയാണ്. അപ്പം Type-C അഡാപ്റ്റർ എൻ്റെ കയ്യിൽ എനിക്ക് ഒരെണ്ണം ഓർഡർ ചെയ്യണം. അതേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ മാക്ബുക്കിൻ്റെ Type-C അഡാപ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണെങ്കിൽ അത് ഇതിന് മാച്ച് ആവുമായിരിക്കും. പിന്നെ പ്രത്യേകമായിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ക്യാമറ അതിൻ്റെ സെറ്റപ്പൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താൽ മാത്രമേ അറിയത്തുള്ളൂ. ശരിക്കും iPhone നല്ല ഒരു SLR ക്യാമറയിൽ ഫോട്ടോ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ് ഇപ്പോൾ പുതിയ വരുന്ന ഫോണുകളെല്ലാം. പക്ഷേ അത് സിസ്റ്റം അതിൻ്റെ ക്യാമറ സെറ്റപ്പ് ചെയ്യണം. അതാണ് ശരിക്കും 13 Pro Max ഞാൻ അങ്ങനെ സമയമെടുത്ത് സെറ്റപ്പ് ചെയ്ത ഫോണാണ്. അതുകൊണ്ടാണ് അതിലെടുക്കുന്ന വീഡിയോയും ഫോട്ടോസും ഇപ്പോഴും ക്വാളിറ്റി ഉള്ളത്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ പോലും എൻ്റെ 13 Pro Maxലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന പിക്ചർ വരെ 13 Pro Maxൽ എടുത്ത പിക്ചേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് ഏതായാലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എടുത്തു നോക്കാം എങ്ങനെയുണ്ട് 17 Pro Maxൻ്റെ. പിന്നെ ഇത് UK എനിക്ക് ഇത് ഓർഡർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം 1 വീക്ക് കഴിഞ്ഞ് കാണും. 1 വീക്ക് ആയിട്ടുണ്ടാവും. ഓരോ പ്രാവശ്യം മോഡൽ ഇറക്കുമ്പോൾ അവരുടെ ഒരു ഐക്കോണിക് കളർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ കാണുന്ന ഓറഞ്ചാണ്. അതിന് ശരിക്കും എനിക്കെന്തോ ആ കളർ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പക്ഷെ അതിന് ഭയങ്കര പിടിയാണ്. അതിന് ഭയങ്കരമായിട്ടുള്ള ബുക്കിംഗ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാനതിൽ നോക്കിയില്ല. ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അതിനാണ് ഭയങ്കര ഡിമാൻഡ് എന്ന്. പക്ഷേ എനിക്ക് ആ കളറിനോട് അത്ര ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലൂവിലേക്ക് തന്നെ പോയത്. പിന്നെ എനിക്ക് കുറച്ചുകൂടി ഒരു സ്ലിമ്മായിട്ട് തോന്നി ഫോൺ. കുറച്ചുകൂടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് മുമ്പത്തെ ഉള്ള ക്യാമറയായ അതെല്ലാം ഒരു ടൈറ്റാനിയം ഫ്രെയിമിലായിരുന്നു. പക്ഷേ ഇത് ഫുള്ളി അലുമിനിയം. എനിക്ക് തോന്നുന്നത് ഒരു സിംഗിൾ ഫ്രെയിമിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന് ഒരു അഡീഷണൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ കൂളിംഗ് സിസ്റ്റം ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ലോങ് ടൈം യൂസിന് അധികം ഹീറ്റ് ആകാതിരിക്കാനായിരിക്കാം അങ്ങനെ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. ക്യാമറയെക്കുറിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ക്യാമറ നമുക്ക് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ നമുക്കൊരു വീഡിയോ നല്ലത് ഔട്ട്ഡോർ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആപ്പിൾ കൊടുത്തിരിക്കുന്നതെല്ലാം 12 മെഗാ ഫ്രണ്ട് ക്യാമറയായിരുന്നു. അപ്പോൾ അതിന് പകരം ഇത് 18 മെഗാ ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറയിൽ തന്നെ നമുക്ക്
നമ്മൾ നേരത്തെ നമ്മളിങ്ങനെ പോർട്രേറ്റ് ഒക്കെ എടുക്കാനോ അല്ലെങ്കിൽ സെൽഫി എടുക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ അല്ല ഇങ്ങനെ ഒന്ന് പോർട്രേറ്റ് മോഡിലും മാറ്റിയെടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് നമുക്ക് പുതിയ ക്യാമറ ഫീച്ചേഴ്സ് നമുക്ക് ഏതെങ്കിലും ഒരു മോഡിൽ തന്നെ നമുക്കത് പോർട്രേറ്റായിട്ടും അല്ലാതെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വീഡിയോ നമുക്ക് ഡ്യുവൽ മോഡിൽ തന്നെ എടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുമ്പോൾ തന്നെ റയർ സൈഡ് ക്യാമറയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് യൂട്യൂബ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ അഡ്വാൻറ്റേജ്. എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് ഫോണുകളിൽ ആ ആപ്ലിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ആപ്പിൾ പക്ഷേ ആദ്യമായിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റയർ സൈഡ് ക്യാമറ 3 ക്യാമറയാണുള്ളത്. ഇത് എല്ലാം ഈച്ച് ക്യാമറ 48 മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ 1 GB 13 Pro Maxിൽ നിന്ന് ഇതിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതൊരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ 17 Pro Maxിൻ്റെ നല്ല ഔട്ട്ഡോർ വീഡിയോസും സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സും ഒക്കെ വെച്ച് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.